സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പ് കാണിച്ച പുല്ലൂരാമ്പാറ സ്കൂൾ വിദ്യാർത്ഥിയെ അയോഗ്യയാക്കും. 21 വയസ്സുകാരിയായ അത്ലറ്റ് മത്സരിച്ചത് 19 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലായിരുന്നു. സ്കൂൾ ഗെയിംസിന് ശേഷം ഉത്തർപ്രദേശുകാരിയായ വിദ്യാർത്ഥി നാട്ടിലേക്ക് മടങ്ങിയെന്നും കണ്ടെത്തി. പുല്ലൂരാമ്പാറ സ്കൂളിനെ താക്കീത് ചെയ്യും. ഫസ്റ്റ് ഓൺ മീഡിയ. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മഹേഷ്, ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത്? അമൃത, സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100, 200 മീറ്റർ മത്സരങ്ങളിൽ വെള്ളി മെഡൽ നേടിയ പുല്ലൂരാമ്പാറ സ്കൂളിലെ വിദ്യാർത്ഥി അന്യ പുറത്ത് സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയ പെൺകുട്ടിയായിരുന്നു. അത്ലറ്റ് മെഡൽ നേടിയ ശേഷമാണ് മറ്റ് വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ ആ വിദ്യാർത്ഥിക്ക് 19 വയസ്സിൽ കൂടുതലുണ്ട്, 21 വയസ്സ് പ്രായമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, അത് സ്ഥിരീകരിച്ചതിന് ശേഷവും ഇന്നിപ്പോൾ ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. അതായത് നടപടി എടുക്കാതിരിക്കാൻ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. അതിലൊരു രേഖകളും സ്കൂളിന് സമർപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥി ഇപ്പോൾ സ്കൂളിലില്ല, നാട്ടിലേക്ക് പോയി മടങ്ങി എന്നാണ് ഒരു വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. മാത്രമല്ല, നാട്ടിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പും തന്നെ സ്കൂൾ അധികൃതർക്കും അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിയെ അയോഗ്യയാക്കും. 19 വയസ്സിന് താഴെയുള്ളവരുടെ മത്സരത്തിൽ പങ്കെടുത്ത 21 വയസ്സുള്ള പെൺകുട്ടിയെ അയോഗ്യയാക്കും. സ്കൂളിന്, കോഴിക്കോട് പുല്ലൂരാമ്പാറ സ്കൂളിന് താക്കീത് നൽകാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇറങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രമല്ല, മറ്റ് സ്കൂളുകൾക്കും ഇത് സംബന്ധിച്ച് ജാഗ്രത വേണം എന്നുള്ള ഒരു കാര്യവും ഒരു സർക്കുലറായി ഇറക്കിയേക്കും. അതായത് അന്യ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ പ്രായം സംബന്ധിച്ചുള്ളത് വ്യക്തത വരുത്താനുള്ള അസൽ രേഖകൾ അത് പരിശോധിക്കണം. അതിലൊരു വ്യക്തത സ്കൂളിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു സർക്കുലറും ഇത് സംബന്ധിച്ച് ഇറക്കിയേക്കും. അമൃത. മഹേഷ് പോലൂർ